ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഷെഡി അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള ബദ്രഹം കുടുംബയൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. ചിത്രം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വമ്പൻ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിവിൻ പോളി മമിത ബൈജു കൂട്ടുകെട്ടിൽ ഒന്നിച്ച ചിത്രമുള്ള ബദ്രഹം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് വമ്പൻ തരംഗമായിട്ട് മാറുകയാണ്. ചിത്രം ആദ്യ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് നേട്ട് 50 കോടി പിന്നിട്ട ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ നേട്ട് 11 കോടി സ്വന്തമാക്കി. ഓവർസീസിൽ നേട്ട് 67 കോടി സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് ആദ്യ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 128 കോടി രൂപയോളം കളക്ട് ചെയ്തു. ഏകദേശം 20 കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ വലിയൊരു കളക്ഷൻ സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുന്ന സാധ്യതകളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് 9 കോടി രൂപയോളം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മോഹൻലാൽ ചിത്രത്തിനല്ലാതെ ഇതുവരെ ഇത്രയും വലിയൊരു തുകകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് ലാലേട്ടൻ്റെ തന്നെ ലൂസിഫർ, എമ്പുരാൻ തുടരും ചിത്രങ്ങളുടെ എല്ലാം തന്നെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് നിവിൻ പോളിയുടെ മുന്നേറ്റം. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ വരുമ്പോൾ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ബദ്രഹം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.